ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇനി നമുക്ക് കുറച്ച് ഓൺ റെസിപ്പീസ് കാണാം അല്ലേ. അപ്പോൾ ഓണല്ലേ വരാൻ പോകുന്നത്, അപ്പോൾ കുറച്ച് നമുക്ക് ഓൺ റെസിപ്പീസ് എല്ലാം കാണാം. ആദ്യം തന്നെ ഞാൻ കൂട്ടുകറിയാണ് ഉണ്ടാക്കുന്നത്. 1 കപ്പ് കടല രാത്രി ഞാൻ വെള്ളത്തിൽ പുതിർത്തിയതാണ്. എൻ്റെ പിറ്റേന്ന് എടുത്തിട്ട് അത് നമ്മൾ വേവിക്കണം. അതിന് ഞാൻ കടലയിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വേണ്ടി വെക്കുകയാണ് ആദ്യം തന്നെ. കടല വേകുന്ന സമയം കൊണ്ട് നമുക്ക് പച്ചക്കറി മുറിച്ച് വെക്കാൻ. അതിന് പച്ചക്കായും ചേനയാണ് പിന്നെ വേണ്ടത്. ഞാൻ 2 പച്ചക്കായും 1 കഷ്ണം ചേന എടുക്കുന്നുണ്ട്. അത് നമുക്ക് കഴുകി നല്ല വൃത്തിയാക്കി മുറിച്ച് വെക്കാം. തീരെ വർത്താനം പറയാൻ വേണ്ടി കഴിയുന്നില്ല, ഭയങ്കര തൊണ്ടവേദനയാണ്. എങ്ങനെയല്ലോ ആണ് സൗണ്ട് കൊടുക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കോ കേട്ടോ. ഇനി മുറിച്ച് വെച്ച പച്ചക്കായും ചേനയും നമുക്കൊരു ചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും നുള്ളു മുളക് പൊടിയും പിന്നെ കറിവേപ്പിലും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വേണ്ടി വെക്കാം. ഇനി ഇത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ വറുത്തെടുക്കാം. അതിനൊരു പാന് വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുകും പിന്നെ 1 ടീസ്പൂൺ ജീരകവും, ചെറിയ ജീരകമില്ലേ, ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ 2-3 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ തേങ്ങ 1.5 കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തിന്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. ചേനയും പച്ചക്കായും ഏകദേശം വേവാനായിട്ടുണ്ട്. നമ്മളെ തേങ്ങയും ഇവിടുന്ന് നല്ലോണം ഒന്ന് വറുത്തെടുക്കണം. നല്ല കളറിൽ മാറി നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവില്ലേ, അതുവരെ ഒന്ന് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. ഇതിപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കിതിൽ നിന്നൊരു ഭാഗം എടുത്ത് മാറ്റി വെക്കാം. അത് നമുക്ക് അരക്കാൻ വേണ്ടിയിട്ടാണ്. അതൊന്ന് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് ഒന്നും കൂടി നല്ലോണം ഒന്ന് കളറാകുന്നവരെ ഒന്ന് വറുത്തെടുക്കാം. തേങ്ങ നല്ലോണം കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. നമ്മളെ ചേനയും പച്ചക്കായും വെന്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഇനി കടലയും കൂടി ഇട്ട് കൊടുക്കണം. വേവിച്ച് വെച്ച കടല ആ വെള്ളത്തോടെ തന്നെ അതും ഇട്ട് കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കാം. എല്ലാം കൂടി ആ 3ഉം കൂടി ഒന്ന് കമ്പൈൻ ആകുന്നേരം നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം.
ഇനി ഇതിലേക്ക് നമുക്ക് ആ തേങ്ങേൻ്റെ അരപ്പ് ഒഴിച്ച് കൊടുക്കണം. നമ്മൾ കുറച്ച് തേങ്ങ മാറ്റി വെച്ചില്ലേ അരക്കാനുള്ളത്, അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ആക്കാം. കുറച്ച് വെള്ളം വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ, കുറച്ച് ഒരു നുള്ളു വെള്ളം കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ ഇത് നമുക്കിതൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അരച്ച തേങ്ങയിൽ വെച്ചിട്ട് നല്ലോണം പതച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ബാക്കിയുള്ള തേങ്ങയും കൂടി ഇല്ലേ, നല്ലോണം ഒന്നും കൂടി വറുത്ത തേങ്ങ അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്നും കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ കൂട്ടുകറിയുടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് ലാസ്റ്റ് ഒരു സാധനം കൂടി ചേർക്കാനുണ്ട്. അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കൂട്ടുകറിയുടെ റെഡിയാണ്. കുരുമുളക് പൊടി അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി കൂട്ടുകറിയുടെ റെഡിയായി. അപ്പോൾ എല്ലാവരും ഈ കൂട്ടുകറി ഉണ്ടാക്കി നോക്കാം, എന്നോട് അഭിപ്രായം പറയാം. അപ്പോൾ എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈമാണെന്ന് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. അപ്പോൾ ഓക്കെ, ബായ്.